അങ്ങനെ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 100% കൺഫേംഡ് ആയിട്ടുള്ള 20 മത്സരാർത്ഥികളുടെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഡേ ടു ഡേ ഉണ്ടാവുന്ന പല അപ്ഡേറ്റുകളും പങ്കുവെക്കാനാണ് നമ്മൾ ബിഗ് ബോസ് PR എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസിലെ പല എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകളും നമ്മുടെ പബ്ലിക് PR എന്ന് പറയുന്ന ഒറിജിനൽ ചാനലിലായിരിക്കും ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചാനലും ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബിഗ് ബോസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റ് അങ്ങ് പറഞ്ഞേക്കാം. ഒന്നും ഒരു ഫീമെയിൽ കോമണറും ഒരു മെയിൽ കോമണറും ഉണ്ടാവും. അതടക്കമാണ് 20 മത്സരാർത്ഥികൾ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ഫെയിം ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ബിന്നി സെബാസ്റ്റ്യൻ ഗീതാ ഗോവിന്ദം സീരിയലിലെ ഗീതു എന്ന കഥാപാത്രമാണ് ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ചിരുന്നത്. അടുത്തതായിട്ട് രണ്ടാമത് പറയുന്നത് ആക്ടർ ആയിട്ടുള്ള ആര്യൻ കതോരിയ. ആര്യൻ കതോരിയ ഒരു ഹോളിവുഡ് സിനിമാ താരത്തിന്റെ ലുക്കൊക്കെ ഉണ്ട്. ആര്യൻ കതോരിയും ബിഗ് ബോസിലേക്ക് 100% കൺഫേം ആയിട്ടുണ്ട്. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരികയും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നാലാമത് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ താരമായിട്ടുള്ള ഷാനവാസ് ഷാനു. ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സീത എന്ന് പറയുന്ന ഒരു സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു സ്വാസികക്കൊപ്പം. അപ്പോൾ ഷാനവാസ് ഷാനു ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്തതായി അഞ്ചാം സ്ഥാനത്ത് പറയുന്നത് അപ്പാനി ശരത്താണ്. ഒരു ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരുപാട് സിനിമകളിലൊക്കെ പല പല വേഷങ്ങളൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പാനി ശരത്തും ബിഗ് ബോസിലേക്ക് 100% ഉറപ്പാണ്. അടുത്തതായിട്ട് ആറാമത് പറയുന്നത് സ്റ്റാർ മാജിക് ഫെയിമും അതുപോലെ തന്നെ ഒരു ആക്ട്രസുമായിട്ടുള്ള അനുമോളാണ്. ആദ്യം മുതൽക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരു പേര് തന്നെയാണ്. അനുമോളും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ആദിലയും നോറയും. കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നോറയും ഒന്നിച്ചായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്നത്. അഥവാ അവരുടെ നിന്ന് ഒരാൾ മാറുകയാണെങ്കിൽ നോറ മാറിയിട്ട് ആദില ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് എട്ടാമത് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ താരമായിട്ടുള്ള ശിഷിൻ മോഹൻ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് ഒമ്പതാമത്തെ പേര് ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നെവിൻ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പത്താമത്തെ പേര് പറയുന്നത് അഭിശ്രീ ആണ്. ഏഷ്യാനെറ്റിലെ കാതോട് കാതോരം സീരിയൽ ഫെയിം ആണ്. ബിഗ് ബോസിലേക്ക് കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് 11ാമതായിട്ട് പറയുന്നത് RJ ബിൻസി. RJ അഞ്ജലി ആയിരുന്നു ഫസ്റ്റ് കൺഫേം ആയിരുന്നത്. പക്ഷെ RJ അഞ്ജലി മാറിക്കൊണ്ട് RJ ബിൻസിക്ക് ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് 12ാമത് പറയുന്നത് ദീപക് മോഹൻ ആണ്. ദീപക് മോഹൻ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. ദീപക് മോഹനും ഉറപ്പാണ് ബിഗ് ബോസിൽ. അതുപോലെ തന്നെ 18ാമത്തെ പേര് നമ്മുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ എവർഗ്രീൻ സൂപ്പർ ലേഡി എന്ന് പറയാൻ പറ്റുന്ന രേണു സുധി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ ഈ പ്രാവശ്യം ഉണ്ടാവും. അടുത്തതായിട്ട് 14ാമതായിട്ട് പറയുന്നത് അക്ബർ ഖാൻ നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഒരു മെന്റർ ആണ്. അതുപോലെ തന്നെ ഒരു പാട്ടുകാരനാണ്. അക്ബർ ഖാനും ബിഗ് ബോസ് ഹൗസിൽ ഈ പ്രാവശ്യം ഉണ്ടാവും. അടുത്തതായിട്ട് 15ാമതായിട്ട് പറയുന്നത് രഞ്ജിത്ത് മുൻഷി. ഒരു ആക്ടറാണ്. പണ്ട് തൊട്ടേ ഉള്ള പല പല സിനിമകളിലും സീരിയലുകളിലൊക്കെ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് മുൻഷിയും കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് 16ാമതായിട്ട് പറയുന്നത് ഒനിയൽ സാബു. ഒരു ഇൻഫ്ലുവൻസർ ആണ്. സോഷ്യൽ മീഡിയ താരമാണ്. ഒനിയൽ സാബുവും ബിഗ് ബോസ് ഹൗസിൽ ഈ പ്രാവശ്യം ഉണ്ടാവും. അടുത്തതായിട്ട് 17ാമത്തെ പേര് രേഖ രതീഷ് ആണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ ഫെയിം രേഖ രതീഷും ഈ പ്രാവശ്യം ഉറപ്പായിട്ടുണ്ട്. അടുത്തതായിട്ട് 18ാമത്തെ പേര് ശൈത്യ സന്തോഷ്. ഒരു അഡ്വക്കേറ്റ് ആണ്. ആക്ട്രസ് ആണ്. സിനിമയിലും സീരിയലിലൊക്കെ ഉണ്ട്. ശൈത്യ സന്തോഷും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. ഈ പറയുന്ന ലിസ്റ്റിൽ യാതൊരു മാറ്റങ്ങളും വരാനായിട്ടുള്ള സാധ്യതയില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു സാധ്യത പോലെ 1-2 പേര് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാലേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ പങ്കെടുക്കുന്നതായിരിക്കും. രേണു സുധിയൊക്കെ കൺഫേംഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് രേണു കൺഫേം ആണോ എന്ന്. രേണു സുധി 100ക്ക് 101 പ്രാവശ്യം കൺഫേം ആണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് പറയുക. ഏത് കണ്ടസ്റ്റന്റ് വന്നാലാണ് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഈ പറയുന്ന 18 പേരിൽ ആരെയായിരിക്കും നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. താങ്ക്